നമ്മളിന്ന് വന്നിരിക്കുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജിനോട് വളരെ അടുത്തായിട്ട് മണലിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഒരു ഗേറ്റഡ് വില്ല പ്രോജക്റ്റിനകത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഒരേ പാറ്റേണിലാണ് വില്ലകൾ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു ലൈനിൽ 5 മീറ്റർ വൈഡ് റോഡ് വരുന്നുണ്ട്, സെക്യൂരിറ്റി ക്യാബിൻ വരുന്നുണ്ട്, കോമൺ സ്പേസ് ആയിട്ട് 18 സെൻറ്റോളം വരികയും ചെയ്യുന്നുണ്ട്. 3 സെൻറ്റ് 150 ലിങ്സ് ലാൻഡിൽ 1500 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK ആണ് നമ്മളിന്ന് കാണാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 7 കിലോമീറ്ററാണ്, രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 7.5 കിലോമീറ്റർ, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്കും 7.5 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. മെട്രോ സ്റ്റേഷൻ വളരെ അടുത്ത് തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ കളമശ്ശേരി റോഡ് വളരെ അടുത്ത് കിടക്കുന്ന നല്ലൊരു പ്രോജക്റ്റും കൂടിയാണ്. ഇനി നമുക്ക് വീടിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ഒരു ബോക്സി എലിവേഷനാണ് വീടിന് കൊടുത്തിട്ടുള്ളത്. ആ എലിവേഷനോട് നീതി പുലർത്തുന്ന രീതിയിൽ മതിലിന് ഡിസൈനും കൊടുത്തിട്ടുണ്ട്. CNC കട്ടിംഗ് ഒക്കെ വരുന്നുണ്ട്. അപ്പം നല്ല ഭംഗിയായിട്ടാണ് മതിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് കോമ്പൗണ്ടിലേക്ക് വരാം. സ്ലൈഡ് ചെയ്യുന്ന രീതിയിൽ ഒറ്റ വലിയ ഗേറ്റാണ് വന്നുള്ളത്. അകത്തേക്ക് വരാം. വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ പോർച്ചിനകത്തുണ്ട്. ഒരു വാഹനം പൂർണ്ണമായിട്ടും കവർ ചെയ്യുന്ന രീതിയിലാണ് പോർച്ച് ഒരുക്കിയിട്ടുള്ളത്. പോർച്ച് ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. കടപ്പാക്കല്ല് ആർട്ടിഫിഷ്യൽ ഗ്രാസാണ് താഴെ പാകിയിട്ടുള്ളത്. 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ കോമ്പൗണ്ടിനകത്ത് തന്നെയുണ്ട്. ഈ ഭാഗം നോർത്ത് സൈഡാണ്. നോർത്ത് സൈഡിൽ പവർ പോയിന്റ്, ഇപ്പുറത്തായിട്ട് ഒരു ടാപ്പ് പോയിന്റ് വരുന്നുണ്ട്. നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൗത്ത് സൈഡിലേക്ക് വരാം. ഇവിടെ വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെയും സ്പേസ് കൊടുത്ത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ചുറ്റും നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിനകത്തേക്ക് വരാം. നല്ലൊരു സിറ്റ് ഔട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അകത്തേക്ക് കയറാം. കയറി വരുമ്പോൾ തന്നെ ഫ്രഞ്ച് വിൻഡോസും കാണാം. നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നോർത്തിലേക്ക് സിംഗിൾ പീസ് ഡോറാണ് വന്നുള്ളത്. നല്ല ലോക്ക് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ലൊരു ഡിസൈനിൽ തന്നെയാണ് പ്രധാന ഡോറ് കൊടുത്തിട്ടുള്ളത്. വടക്കോട്ട് ദർശനമായിട്ടുള്ള വീടാണ്, അതായത് നോർത്ത് ഫേസിംഗ് ആണ് വീട്. ലിവിങ് സ്പേസ് നല്ല ഭംഗിയായിട്ടാണ് ഒരുക്കിയിട്ടുള്ളത്. ഇത് സൗത്ത് സൈഡും ഇത് വെസ്റ്റ് സൈഡുമാണ്. അപ്പോൾ സൗത്ത് വെസ്റ്റ് ഭാഗമായിട്ട് വരും. നല്ലൊരു കോർണർ സെറ്റ് ഇടാനുള്ള സ്പേസ് കിട്ടിയിട്ടുണ്ട്. മനോഹരമായിട്ട് ഇവിടെ TV യൂണിറ്റ് കൊടുത്തിരിക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വുഡിൻ്റെ ടെക്സ്ചറിലുള്ള ഒരു PVC ലാമിനേഷൻ വന്നിട്ടുണ്ട്. ബ്ലാക്ക് കളർ ഗ്ലോസി ഡിസൈനുമാണ് ഇവിടെ കൊടുത്തുള്ളത്. അതിനെ കുറച്ചും കൂടി പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നുണ്ട്. നല്ലൊരു ഭംഗി നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിനൊരു കളർ ഡിഫറൻസ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും തന്നെയാണ് വന്നുള്ളത്. അതും വാം ലൈറ്റ് തന്നെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുമുണ്ട്. നേരെ നമുക്ക് ഡൈനിങ്ങിലേക്ക് പോകാം. ഈ ഡൈനിങ്ങിലേക്ക് വരുന്ന എൻട്രൻസ് ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സൈഡിലെ ഭിത്തി പൂർണ്ണമായിട്ടും ഭംഗിയായിട്ട് കളർ ഡിഫറൻസ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ലൊരു ടെക്സ്റ്റ് വർക്ക് വരുന്നുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഡൈനിങ് ഏരിയ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് നോർത്ത് സൈഡാണ്. ഇവിടെയും 3 പാളി ജനൽ വന്നിട്ടുണ്ട്. നല്ലൊരു ഡൈനിങ് സ്പേസ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റോറേജ് സ്പേസ് ആണ്. ഇൻവെർട്ടറിൻ്റെ സ്റ്റോറേജ് സ്പേസ് പൂർണ്ണമായിട്ടും കവർ ചെയ്തിരിക്കുകയാണ് സ്റ്റെയറിനടി. ഇവിടെയായിട്ടാണ് നമുക്ക് കോക്കറി ഷെൽഫ് കിട്ടിയിട്ടുള്ളത്. നല്ലൊരു കോക്കറി ഷെൽഫ് കിട്ടിയിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ഓപ്പൺ കിച്ചനാണ് എന്നുള്ളത്. നല്ലൊരു കൗണ്ടർ കിട്ടിയിട്ടുണ്ട്. മേലെ പ്ലേസ് ചെയ്തിരിക്കുന്നത് നാനോ ബ്ലാക്ക് തന്നെയാണ്. അപ്പോൾ നല്ലൊരു കൗണ്ടർ കിട്ടിയിട്ടുണ്ട്. ബാർ ചെയറോ ബാർ സ്റ്റൂളോ ഇടുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറാണ്. അപ്പോൾ നല്ലൊരു കൗണ്ടർ കിട്ടിയിട്ടുണ്ട്. ഇനി വാഷ് ഏരിയയിലേക്ക് വരാം. നല്ല വലിപ്പമുള്ളൊരു വാഷ് കൗണ്ടറാണ്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. സിറയുടെ ഫിറ്റിങ്സ് ആണ് വന്നുള്ളത്. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ലാമിനേഷൻ വന്നിട്ടുണ്ട്. LED ലൈറ്റ് മിററൊക്കെ കൊടുത്ത് ഭംഗിയായിട്ട് അതിനെയും ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. നേരെ നമുക്ക് കിച്ചണിലേക്ക് വരാം. കിച്ചൻ്റെ സ്ഥാനം വരുന്നത് നോർത്ത് ഈസ്റ്റ് കോർണറിലാണ്. ഒരു എൽ ഷേപ്പിൽ ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുകയാണ്. നല്ല ക്വാളിറ്റി ഉള്ള ഫിറ്റിങ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയായിട്ട് അതായത് പ്യുവർ ഫ്ലെയിംസ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഇലക്ട്രിക് ചിമ്മിനി കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. 2 പാളി ജനൽ ഈസ്റ്റ് സൈഡിൽ വന്നിട്ടുണ്ട്. ഇത് നോർത്ത് സൈഡാണ്. ഇവിടെ 3 പാളി ജനലും വന്നിട്ടുണ്ട്. ധാരാളം പവർ പോയിന്റുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സിങ്കൊക്കെ എല്ലാം കൊടുത്തിരിക്കുന്നത് സിറയുടെ തന്നെയാണ്. നല്ല ക്വാളിറ്റി ഉള്ളൊരു സിങ്കും വരുന്നുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസ് എന്ന് പറഞ്ഞു. അതിൻ്റെ കളർ പാറ്റേണും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. വലിയൊരു ഫ്രിഡ്ജ് വയ്ക്കാനുള്ള സ്പേസാണ്. ഇവിടെ പവർ പോയിന്റ് വരുന്നുണ്ട്. GMൻ്റെ സ്വിച്ചാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വീഗാൻ്റെ വയറിങ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം.
നല്ലൊരു സ്പേസ് നമുക്കിവിടെ കിഴക്ക് വശത്ത് കിട്ടുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് നല്ലൊരു കിണർ വരുന്നുണ്ട്. വെള്ളത്തിനകത്ത് കിടക്കുന്ന മോട്ടറാണ്, കിച്ചണിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ വാട്ടർ സോഴ്സ് വരുന്നത് നാച്ചുറൽ വെല്ലാണ് ഒന്നാം സ്ഥാനം. പിന്നെ വരുന്നത് KW വാട്ടർ കണക്ഷൻ നമുക്ക് എടുക്കാം. ഇവിടെയായിട്ട് നമുക്ക് വലിയൊരു വർക്ക് ചെയ്യാനുള്ള സ്പേസും ഉണ്ട്. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് വരാം. മാസ്റ്റർ ബെഡ്റൂമാണ്. ഇതിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് 13 അടി നീളവും 11 അടി വീതിയും വന്നിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. വാൾഡ്രോബ്സ് ഒരു ഭാഗത്ത് ഒതുങ്ങി മാറിയാണ് വന്നുള്ളത്. അതിൻ്റെ കളർ പാറ്റേണും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡ്രസ്സിംഗ് മിറർ വരുന്നുണ്ട്. അപ്പോൾ ഭംഗിയായിട്ട് വാൾഡ്രോബ്സ് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ ബാത്റൂമിലേക്ക് വരാം. നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് ബാത്റൂം ഒരുക്കിയിട്ടുള്ളത്. വാഷ് ബേസിൻ വരുന്നുണ്ട്, മിറർ, ലൈറ്റ്, ഡൈവർട്ടർ, റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റാണ് വന്നുള്ളത്. ഡൈവർട്ടർ വന്നിരിക്കുന്നതൊക്കെ സിറയുടെ തന്നെയാണ്. നല്ലൊരു ഫൈബർ ഡോറും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം വീടിൻ്റെ മൊത്തത്തിൽ കളർ പാറ്റേൺ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അപ്പർ ലിവിങ് സ്പേസിലേക്ക് പോകാം. സ്റ്റെയർ കൊടുത്തിരിക്കുന്ന കളർ കോമ്പിനേഷൻ എടുത്തു പറയേണ്ടത് തന്നെയാണ്. നല്ലൊരു ഗ്രീൻ കളറിലുള്ള ടൈല് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലാണ് ഹാൻഡിൽ വരുന്നത്. ഈ ഹാൻഡിൽ വന്നിരിക്കുന്നത് സ്ക്വയർ ട്യൂബാണ്, പക്ഷേ അത് ടീക്വുഡിൻ്റെ ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത്. ടഫ്ഡ് ഗ്ലാസ് വരുന്നുണ്ട്. നമുക്ക് മേലേക്ക് വരാം. പെർഗോളാസ് വരുന്നുണ്ട്, LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള ഭാഗമാണ്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈസി ആയിട്ട് കയറാവുന്ന രീതിയിൽ സ്റ്റെപ്പും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പർ ലിവിങ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഒരു ചെറിയൊരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പുറത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് ബാൽക്കണിയിലേക്കാണ്. ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും കൊടുത്തിട്ടുണ്ട്. നേരെ ബെഡ്റൂമിലേക്ക് വരാം. വലിയൊരു മാസ്റ്റർ ബെഡ്റൂമാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. 15 അടി നീളം വന്നിട്ടുണ്ട്, 11 അടിയോളം വീതിയുണ്ട്. അപ്പോൾ നല്ല ദീർഘചതുരാകൃതിയിലാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഇത് ഈസ്റ്റ് സൈഡാണ് 3 പാളി ജനൽ, ഇത് സൗത്ത് സൈഡാണ്. അവിടെ 3 പാളി ജനലാണ് കൊടുത്തിട്ടുള്ളത്. ജനൽ ബീഡിങ് എല്ലാം കൊടുത്ത് ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വാർഡ്രോബ്സ് വന്നിരിക്കുന്നത് 3 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിലും ഡ്രസ്സിംഗ് ടേബിളോട് കൂടി തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂമിലേക്ക് വരാം. ബേസിൻ, മിറർ, ലൈറ്റ്, ഡൈവർട്ടർ, സിംഗിൾ പീസ് ക്ലോസറ്റ്, ഹീറ്റിൻ്റെ പോയിന്റ് എല്ലാം ഭംഗിയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ടൈൽ പാറ്റേണും വന്നിട്ടുണ്ട്. എല്ലാം മാറ്റ് ടൈൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫൈബർ ഡോർ തന്നെയാണ് ഇതിനും വന്നുള്ളത്. നല്ലൊരു ബാത്റൂം നമുക്കിവിടെ കിട്ടി. പിന്നെ ഈ ബെഡ്റൂമിനൊരു ബാൽക്കണിയും കൂടി ഉണ്ട്. ഇങ്ങനെ ഔട്ട് സൈഡിലേക്ക് നമുക്ക് ഇറങ്ങി നിൽക്കാവുന്ന രീതിയിലൊരു ചെറിയൊരു ബാൽക്കണി കൂടി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ലൊരു ബാൽക്കണി ഹാൻഡിലെല്ലാം കൊടുത്ത് ഭംഗിയായിട്ടൊരു സ്പേസും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലാണ്. ഇതിൻ്റെ നീളം വരുന്നത് ഏകദേശം 13 അടിയോളം നീളം വരുന്നുണ്ട്, 12 അടിയോളം വീതിയും വരുന്നുണ്ട്. സൗത്ത് വെസ്റ്റ് കോർണറിലാണ് ഈ ബെഡ്റൂം വന്നുള്ളത്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും വരുന്നുണ്ട്. കബോർഡിൻ്റെ കളർ പാറ്റേണിൽ ഒരു ഡിഫറൻസ് ആയിട്ടുള്ള കളർ കൊണ്ടുവരാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു മാറ്റ് ഫിനിഷാണ് ഫുള്ള് വന്നുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ളൊരു കബോർഡ് വരുന്നുണ്ട്, മിറർ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂമിലേക്ക് വരാം. നല്ലൊരു വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, ഡൈവർട്ടർ, സിംഗിൾ പീസ് ക്ലോസറ്റ്, ടൈലിൻ്റെ പാറ്റേൺ മാറ്റ് തന്നെയാണ്. അപ്പോൾ നല്ലൊരു ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം നമുക്കിവിടെ കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് ഒന്ന് പോകാം. കവേർഡ് ആയിട്ടുള്ളൊരു യൂട്ടിലിറ്റി ഏരിയ ആണ്. ഫുള്ള് കവേർഡാണ്. താഴെ ഒട്ടിച്ചിരിക്കുന്നത് 2x2 മാറ്റ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് സ്റ്റെയർ കൊടുത്തിരിക്കുകയാണ്. സ്ക്വയർ ട്യൂബിൽ തന്നെയാണ് ഹാൻഡിലെല്ലാം കൊടുത്തിട്ടുണ്ട്. ഭംഗിയായിട്ട് കവർ ചെയ്തിരിക്കുന്ന ഒരു യൂട്ടിലിറ്റി ഏരിയ ആണ്. അലക്കി വിരിച്ചിടാൻ ഇത് തന്നെ ധാരാളമാണ്. ഇവിടെയായിട്ട് വാട്ടർ പോയിന്റ് വരുന്നുണ്ട്, വേസ്റ്റ് ലൈൻ വരുന്നുണ്ട്, പവർ പോയിന്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ വാഷിംഗ് മെഷീൻ വയ്ക്കാം. അലക്കി വിരിച്ചിടാൻ ഇത് തന്നെ ധാരാളമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബാൽക്കണിയിലേക്ക് പോകാം. നല്ലൊരു ബാൽക്കണി നമുക്ക് ഫ്രണ്ടിൽ കിട്ടിയിട്ടുണ്ട്. അതായത് ഫുൾ കവർ ചെയ്തിരിക്കുന്ന ബാൽക്കണിയാണ്. ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡിൽ വരുന്നുണ്ട്, ടഫ്ഡ് ഗ്ലാസ് വരുന്നുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്, ഫാനിൻ്റെ പവർ സ്വിച്ചസ് ഒക്കെ വരുന്നുണ്ട്, ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാൽക്കണിയോട് കൂടി തന്നെ മനോഹരമായുള്ളൊരു വീടിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇനി നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. കളമശ്ശേരി മെഡിക്കൽ കോളേജിനോട് വളരെ അടുത്തായിട്ട് മണലിമുക്കിൽ നല്ലൊരു ഗേറ്റഡ് വില്ല പ്രോജക്റ്റിനകത്ത്, അതായത് കോമൺ സ്പേസ്, സെക്യൂരിറ്റി ക്യാബിനോട് കൂടി തന്നെയുള്ള ഒരു വില്ല പ്രോജക്റ്റിനകത്ത് 3 സെൻറ്റ് 150 ലിങ്സ് ലാൻഡിൽ 1500 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 73 ലക്ഷം രൂപയാണ്. അത് ആസ്കിംഗ് പ്രൈസാണ്, വില നെഗോഷ്യബിൾ ആണ്.
80% ഇതിന് ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. താഴെ കാണുന്ന നമ്പറിൽ ഒരു മടി വിചാരിക്കേണ്ട കാര്യമില്ല. സൈറ്റ് വിസിറ്റിനും അതുപോലെ തന്നെ പേപ്പർ വർക്കുകളുണ്ടാവും. ലോൺ സംബന്ധിച്ചിട്ടുള്ള പേപ്പർ വർക്കുകളും അതുപോലെ രജിസ്ട്രേഷൻ പർപ്പസിന് ആവശ്യമായ പേപ്പർ വർക്കുകളും എല്ലാം നിങ്ങളുടെ കൂടെ നിന്ന് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.